നമസ്കാരം, പെല്ലവേഴ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കിടിലൻ ഗപ്പി ബ്രീഡറുടെ വിശേഷങ്ങളായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ട വീഡിയോക്ക് ലൈക്ക് അടിക്കുക, നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീജിത്ത് എന്നാണ് എൻ്റെ പേര്. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ പെരിങ്ങോട്ടുകരയ്ക്ക് അടുത്ത് ചാഴൂർ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് എൻ്റെ ഫാം സ്ഥിതി ചെയ്യണത്. എൻ്റെ വീടിൻ്റെ മുകളിലായിട്ട് തന്നെയാണ് ഞാൻ ചെയ്യണത്. നമ്മളൊരു സാഫ് കെയർ ഗപ്പി ഫാം എന്നുള്ള പേരിലാണ് നമ്മളത് ഒരു ചെറിയ പേരൊക്കെ കൊടുത്തേക്കണത്. ഒരു 18 വെറൈറ്റീസാണ് ഞാൻ ചെയ്യുന്നത്. അത്ര വളരെ വർഷങ്ങളായിട്ടൊന്നല്ല, ഇപ്പം അടുത്ത് തുടങ്ങിയതാണ്. ഞങ്ങളൊരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ഒരു 5 ഫ്രണ്ട്സ് ഉണ്ട്. ഞങ്ങൾ 5 ആളും എപ്പോഴും സ്ഥിരമായിട്ടൊരു കണക്ഷൻ ഉണ്ടാവണം എന്നുള്ള രീതി കൊണ്ട് തുടങ്ങിയ ഒരു സംഭവമാണ്. അതിപ്പോൾ ഇതുവരെ എത്തി നിൽക്കണു. അപ്പോൾ എല്ലാവരും സഹകരിക്കുക. ഇതിപ്പോൾ ലോക്ക്ഡൗണിൻ്റെ ടൈമിലാണോ ഗപ്പി ഫീൽഡിലേക്ക് തിരിഞ്ഞത്? അതെ 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 അതെ. ഇതിനു മുമ്പ് ഈ നമ്മുടെ വീട്ടിൽ കുറേശ്ശെ ആയിട്ട് വളർത്താറൊക്കെ ഉണ്ട്. പക്ഷെ അതിൽ നിന്ന് കുറച്ച് കുട്ടികളൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഒരു ഇൻട്രസ്റ്റ് ആയി. പിന്നെന്താ പറയുക, ജോലിയിൽ കുറച്ച് സമയം നമുക്ക് ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഒരു ആഗ്രഹം ഇങ്ങനെ പ്രകടിപ്പിച്ചപ്പോൾ എല്ലാവരും സപ്പോർട്ടായിരുന്നു. അങ്ങനെ തുടങ്ങിയതാണ്. അപ്പോൾ നമുക്ക് ഓരോ വെറൈറ്റി ഗപ്പികളെ പരിചയപ്പെടാം. ആയിക്കോട്ടെ. ഇതേത് ഐറ്റം തന്നെ ഫസ്റ്റ് ഐറ്റം? ഇത് ആൽബിനോ ഫുൾ റെഡ് ഹൈ ഡോർസലാണ്. ഹൈ ഡോർസൽ അല്ലേ? ഇതൊക്കെ അത്യാവശ്യം നല്ല കുഞ്ഞുങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ. ഉണ്ട്. ഇതൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്, നമുക്ക് കൊടുക്കാനുണ്ടല്ലേ? അതെ അതെ. നമ്മുടെ ബ്രൂഡാണ്. ഇതിൻ്റെ കുട്ടികൾ കൊടുക്കാനുണ്ടല്ലേ? കുഴപ്പമില്ലാത്ത നല്ല മൂവ്മെൻ്റ് ഉള്ള റൈറ്റാണത്. ഇത് എല്ലാവരും പറയും തുടക്കക്കാർക്ക് ബുദ്ധിമുട്ടാണെന്നുള്ളത്. ഞാൻ തുടങ്ങിയത് ഈ ആൽബിനോ ഫുൾ റെഡ് ഹൈ ഡോർസൽ വെച്ചിട്ടാണ്. അതുകൊണ്ട് അത്ര വലിയൊരു ബുദ്ധിമുട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. നന്നായിട്ട് കുഞ്ഞുങ്ങളൊക്കെ നന്നായിട്ട് കിട്ടുന്നുണ്ട്. ഇതൊക്കെ നന്നായി കുഞ്ഞുങ്ങളെ കിട്ടുന്ന ടൈപ്പാണല്ലേ? അതെ. അത് ആൽബിനോ ഫുൾ റെഡ് ഹൈ ഡോർസലാണ്. കുട്ടികളൊക്കെ കിട്ടുന്നുണ്ട്. ഇതിപ്പോൾ എത്ര റേറ്റാണ് ഇവിടെ കുട്ടികളെ കൊടുക്കണത്? ഇതിപ്പോൾ നമ്മൾ കുട്ടികളെന്നല്ല, നമ്മളിത് കളറൊക്കെ കയറി വരണമെങ്കിൽ എന്തായാലും ഒരു 3 മാസം മിനിമം വേണം. അത് നമ്മൾ പെയറിന് 300 രൂപ എന്നുള്ള രീതിയിലാണ് കൊടുക്കുന്നത്. ഹൈ ഡോർസലാണ് 300 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അത്യാവശ്യം ബ്രീഡിങ് ടൈപ്പ് ആവാറായതാണല്ലോ കൊടുക്കുന്നത്. അതെ. ഏകദേശമൊക്കെ ഒരു കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു 10 ദിവസത്തിനുള്ളിലൊക്കെ ബ്രീഡ് ചെയ്യാം. അത് ഞാനിപ്പോൾ എന്താ വെച്ചാൽ ഇതിനെ ഫീമെയിലിനെയും മെയിലിനെയും സെപ്പറേഷൻ ചെയ്തിട്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഹൈ ഡോർസൽ ഈ ആൽബിനോ ഫുൾ റെഡിനെയൊക്കെ ഇട്ടിട്ട് തന്നെയാണ് വളർത്തുന്നത്. ഓക്കെ. ഇതിപ്പോൾ നമ്മൾ ഇവിടുന്ന് കൊറിയർ ചെയ്യുന്നുണ്ടോ? കൊറിയർ ഉണ്ട്. അത്യാവശ്യം നമ്മൾ കൊറിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൊറിയർ ചെയ്യണ്ടല്ലേ? ഇതേത് ഐറ്റം തന്നെ? ഇത് HP ബ്ലൂ. അതെ. ഇതിപ്പോൾ എത്ര റേറ്റ് പറയുന്നത്? ഇത് 200 രൂപ, പെയറിന് 200 രൂപ എന്നുള്ള രീതിയിലാണ് കൊടുക്കുന്നത്. ഇതൊക്കെ തുടക്കക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രെയിനാണ്. ഇത് നല്ല ഭംഗിയാണ് കാണാൻ. ഇത് ബ്ലാക്ക് ഐ ആണല്ലേ? ബ്ലാക്ക് ഐ തന്നെയാണത്. ഇതിപ്പോൾ അത്യാവശ്യം ബ്രീഡിംഗ് ടൈപ്പായി നമ്മൾ കൊടുക്കാനുള്ളത്. അതെ അത്യാവശ്യം ബ്രീഡിംഗ് ടൈപ്പാണ്. പിന്നെ എന്താ പറയുക,
കൊണ്ടുപോയവർക്ക് ഭയങ്കര ഹാപ്പിയാണ്. കാരണം കുട്ടികളെ കിട്ടും, പെട്ടെന്ന് ചാവണ ടൈപ്പല്ല, നല്ല രീതിയിൽ നമുക്കിത് കൊണ്ടു നടക്കാൻ പറ്റും. ഇതിനെ നന്നായിട്ട് കുട്ടികളൊക്കെ ഇറങ്ങിയിടുന്ന ടൈപ്പാണല്ലോ. അതെ 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 അതെ. പിന്നെ അധികം റേറ്റും വരുന്നില്ലല്ലോ. 200 രൂപ എന്ന് പറയുമ്പോൾ ഒരു ഓക്കെ ഓക്കെ. ഇതൊക്കെ അത്യാവശ്യം കൊടുക്കാനുണ്ടല്ലേ? കൊടുക്കാണ്ട്, ഇത് കൊടുക്കാണ്ട്. ഇതേതായിട്ട് തന്നെ ഇത് യെല്ലോ മൊസൈക്ക് എന്നാണ്, മൊസൈക്ക് പാറ്റേൺ ആണ്, യെല്ലോ മൊസൈക്ക്. യെല്ലോ മൊസൈക്കില്ല. എത്ര റേറ്റ് വരുന്നത്? പേരിന് 300 തന്നെയാണ് ഞാൻ കൊടുക്കുന്നത്. 300. നല്ല അടിപൊളി ക്വാളിറ്റി ആണല്ലോ. നല്ല ക്വാളിറ്റിയാണ് ഇത്. ഇതിൻ്റെ കുട്ടികളും അവൈലബിൾ ആണ് ഇപ്പോൾ നമുക്ക്. ഇയറുള്ള ടൈപ്പാണത്? അതെ. ബിഗ് ഇതിനൊക്കെ അത്യാവശ്യം കുട്ടികൾ കൊടുക്കാനുണ്ടല്ലോ? ഉണ്ട് ഉണ്ട് ഉണ്ട്, കൊടുക്കാനുണ്ട്, അവൈലബിൾ ആണ് ഇപ്പോൾ. അവൈലബിൾ ആണല്ലേ? ഇതിപ്പോൾ ഇവിടുന്ന് ഹോൾസെയിൽ ചെയ്യണ്ട നമ്മ? ഹോൾസെയിൽ അങ്ങനെ ഫുള്ളായിട്ടൊന്നും ചെയ്തിട്ടില്ല. ചില ഐറ്റംസൊക്കെ നമുക്കൊരു 20 പേര് ഒക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാവുന്ന ഒരു ഇതാണ്. റേറ്റ് കുറവിന് കൊടുക്കാനാവും? ചെയ്തു കൊടുക്കാം 20 പേരൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും നമ്മുടെ കയ്യിൽ കുറച്ച് അക്വേറിയം ഇതായി കിട്ടും ചെയ്യല്ലോ. അപ്പോൾ അവർക്കും ഒരു ഉപകാരം നമ്മൾ ചെയ്തു കൊടുക്കും എന്തായാലും. ഇതിപ്പോൾ നമ്മുടെ ഹോൾസെയിലായിട്ട് കൊടുക്കാനുണ്ട് ഇപ്പോൾ? ഉണ്ട് 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 ഉണ്ടല്ലേ? ഇതൊക്കെ നന്നായിട്ട് കുട്ടികൾ ഇറങ്ങിയിടുന്ന നന്നായിട്ട് നമ്മുടെ ഈ HP ബ്ലൂ പോലെയൊക്കെ തുടക്കക്കാർക്കൊക്കെ ചെയ്യാവുന്ന ഒരു സ്ട്രെയിനാണിത്. നല്ല ഭംഗിയാണ് കാണാൻ, ഫീമെയിലിനും ഒരു പ്രത്യേക ഭംഗിയാണ്. ഓക്കെ ഓക്കെ. ഇതൊക്കെ ഹോൾസെയിലായിട്ട് കൊടുക്കാനുണ്ടല്ലോ? ഉണ്ട് 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 ഉണ്ട്. ഇവിടെ ഇപ്പോൾ റീറ്റെയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം ഉണ്ട്, ഇപ്പോൾ അത്യാവശ്യം ഉണ്ട് ഇത്. ഓക്കെ ഓക്കെ. യെല്ലോ മൊസൈക്ക് അല്ല? യെല്ലോ മൊസൈക്ക് എന്നാണ് പേര്. ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത വെറൈറ്റിനെ പരിചയപ്പെടാം. ആയിക്കോട്ടെ. ഇതേതായിട്ട് പിന്നെ? ഇത് ഇലക്ട്രിക് ബ്ലൂ ആണ്. ഇലക്ട്രിക് ബ്ലൂ. അതെ. ഇതിപ്പോൾ എത്ര പേർ റേറ്റ് വരുന്നത്? ഇത് ഞാൻ അങ്ങനെ ട്രയോ എന്നുള്ള രീതിയിലൊക്കെ കൊടുക്കാറ്. കാരണം ഇപ്രാവശ്യം ഇറങ്ങിയപ്പോൾ ഫീമെയിലാണ് കൂടുതൽ. അപ്പോൾ ട്രയോ എന്നുള്ള രീതിയിൽ ട്രയോ ഞാനൊരു 200 രൂപയ്ക്കൊക്കെ കൊടുക്കാറ്. ട്രയോ എന്ന് പറയുമ്പോൾ 2 ഫീമെയിലും ഒരു മെയിലും എന്നുള്ള രീതിയിൽ 200 രൂപയ്ക്കൊക്കെയാണ് ഞാൻ കൊടുക്കാറ്. 200 രൂപ. ഇതിപ്പോൾ അത്യാവശ്യം കൊടുക്കാനൊക്കെ ഉണ്ട് കൊടുക്കാണ്ട്. ഇതും ഈ പറഞ്ഞ പോലെ തുടക്കക്കാർക്കൊക്കെ ചെയ്യാവുന്ന, പെട്ടെന്ന് അസുഖങ്ങളൊന്നും വരില്ല, ചാവില്ല, നല്ലൊരു പ്രത്യേക ഭംഗിയാണ്. ഇത് നമ്മുടെ ഈ വെളിച്ചത്തിൻ്റെ ഒരു ഇഷ്യൂ കാരണമാണ് ശരിക്കും ഒരു ബ്ലൂ കളർ, ഒരു നല്ല ഭംഗിയുള്ള ഒരു ഇലക്ട്രിക് ബ്ലൂ എന്ന് പറയുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു ബ്ലൂ കളർ കയറി വരും. നല്ല ഭംഗിയുള്ളൊരു ഐറ്റമാണ്. ഓക്കെ ഓക്കെ. ഇതേത് ഐറ്റമാണ്? ഇത് ബ്ലൂ ഗ്രാസ് എന്ന് പറഞ്ഞ ഒരു സ്ട്രെയിനാണ്. ഇത് ബ്ലൂ ഗ്രാസ്. ബ്ലൂ ഗ്രാസ്. ഇതിപ്പോൾ എത്ര റേറ്റ് വരുന്നത്? ഇത് പെയർ 300 രൂപയ്ക്ക് തന്നെയാണ് ഞാൻ കൊടുക്കണേ. പെയർ 300 രൂപ അല്ലേ? ഇതൊക്കെ ഇപ്പോൾ അത്യാവശ്യം കൊടുക്കാണ്ട്. ഇതൊക്കെ ഇപ്പോൾ വേണമെങ്കിൽ എന്തായാലും ഒരു 10-30 പേരിലും മേലെ ഇപ്പോൾ ഉണ്ട്. പക്ഷേ ഇതിനെന്താ പ്രത്യേകത വെച്ചാൽ ഇതിന് കുട്ടികൾ ഇറങ്ങുമ്പോൾ സെയിം 3 കളറ് ഇറങ്ങും ഇതിൽ. ഒന്ന് ഒരു റെഡിഷ് കളറ്, പിന്നെ ഈ കാണുന്ന കളറ്, പിന്നെ ഒരു ബ്ലൂയിഷ് കളർ തന്നെ ഇറങ്ങും. 3 കളർ. അപ്പോൾ റെഡിഷിനെ നമ്മൾ മാറ്റിയിടുകയാണ് പതിവ്. അതങ്ങനെ കൊടുക്കാറില്ല. ഹോൾസെയിലുകാർ വരുമ്പോഴോ അങ്ങനെ മിക്സഡ് ഗപ്പിയിൽ കയറ്റി വിടുകയാണ് ചെയ്യാറ്. റെഡിഷ് കളറിന് റേറ്റ് കുറവാണോ? അല്ലെങ്കിൽ ആ റേറ്റ് നമ്മളങ്ങനെ എന്താ പറയുക മിക്സഡ് ഗപ്പിയുടെ പോലെയുള്ള രീതിയിലാണ് കൊടുക്കാറ്. അത് എന്തായാലും ഒരു ഉദാഹരണത്തിന് ഒരു 50 കുട്ടികൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു 6-7 കുട്ടികൾ റെഡ് അതിലുണ്ടാവും. അത് നമ്മളൊരു മാസമാകുമ്പോൾ തന്നെ അതിനെ മനസ്സിലാവുമ്പോൾ നമ്മളത് മാറ്റിയിടും. ഓക്കെ ഓക്കെ. ഇതൊക്കെ അത്യാവശ്യം കൊടുക്കാനുണ്ട്. ഇതൊക്കെ അവൈലബിൾ ആണ്, നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. ഇതേതായിട്ട് പിന്നെ? ഇത് ടൈഗർ എന്ന് പറഞ്ഞൊരു സ്ട്രെയിനാണ്. ഇത് ടൈഗറിലെ ടൈഗറിൽ തന്നെ കുറേ വെറൈറ്റീസ് വരുന്നുണ്ടെന്ന് തോന്നുന്നു. കളർ അനുസരിച്ച് എന്തൊക്കെയോ വെറൈറ്റീസ് ഉണ്ടെന്ന് തോന്നുന്നു. ഇത് ടൈഗർ എന്നാണ്. ഞാനിതേപോലെ ഒരു ഫാമിൽ നിന്ന് എടുത്തതാണ്. അപ്പോൾ ഇതിപ്പോൾ കുട്ടികൾ ഇറങ്ങിയിട്ടുണ്ട്, കുറച്ച് കൊടുക്കാനുണ്ടല്ലേ? ഉണ്ട് കുറച്ചൊക്കെ ഉണ്ട്. ഇതിപ്പോൾ എത്ര റേറ്റ് വരുന്നതിൻ്റെ? ഇത് അത്ര വലിയൊരു റേറ്റ് എന്ന് പറഞ്ഞ രീതിയിലല്ല ഞാൻ കൊടുക്കാറ്. ഞാനിപ്പോൾ എന്താ പറയുക ഒരു 200-150 ആ റേഞ്ചിലൊക്കെയാണ് ഏകദേശം കൊടുത്തോണ്ടിരിക്കുന്നത്. ഞാൻ അത്യാവശ്യം പരമാവധി ഷോപ്പിലേക്ക് എന്നുള്ള രീതിയിൽ അങ്ങനെ ചെയ്യാനുള്ള പരിപാടിയിൽ ഇട്ടതാ ഈ സ്ട്രെയിനെ ടൈഗർ എന്ന് പറഞ്ഞിട്ട്. ഇവിടുന്ന് ഷോപ്പുകാരൊക്കെ കൊണ്ടുപോകാറുണ്ട്, വന്നെടുക്കാറുണ്ട് അവര്. എടുക്കാറുണ്ടല്ലേ? ഇതൊക്കെ കൊടുക്കാനുണ്ടല്ലോ അത്യാവശ്യം? ഇതുണ്ട്.
ഇത് ഐറ്റം തന്നെ ഇത് ഗാലക്സി കോബ്ര റെഡ് ടൈൽ എന്ന് പറഞ്ഞൊരു ഐറ്റാണ്. നല്ല സ്ട്രെയിനാണ്. എനിക്കൊന്നും അധികം അങ്ങനെ കണ്ടിട്ടില്ല ഞാൻ ഫാമുകളിൽ പോകുമ്പോൾ. നല്ല സ്ട്രെയിനാണ് ഇത്. കോബ്ര ടൈപ്പിൽ വരുന്നതാണ്. അതെ അതെ, ഗാലക്സി കോബ്ര റെഡ് ടൈൽ അങ്ങനെയാണ് പേര് വരുന്നത്. ഇതിപ്പോൾ എത്ര റേറ്റ് വരുന്നുണ്ട്? ഇതിപ്പോൾ 400 രൂപ എന്നുള്ള രീതിയിലാണ് പെയർ കൊടുത്തോണ്ടിരുന്നായിരുന്നത്. ഒരു ആദ്യത്തെ ബാച്ച് കുറച്ച് കുട്ടികളെ കിട്ടി, അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ രണ്ടാമത്തെ ബാച്ച് കറക്റ്റായിട്ട് ഇറങ്ങി സെറ്റായിക്കൊണ്ടിരിക്കുന്നു. ഒരു 20 ദിവസത്തിനുള്ളിലൊക്കെ ശരിയാവും എന്തായാലും. കൊടുക്കാനാവും. ഒരു മാസം കഷ്ടി, ഒരു മാസം ആകുമ്പോഴേക്കൊക്കെ കുഴപ്പമില്ലാണ്ടാവും. ഇത് പെയർ എത്ര റേറ്റ് ആയിട്ട് കൊടുക്കണം? 400 എന്നുള്ള രീതിയിലാണ് പെയർ കൊടുത്തോണ്ടിരുന്നായിരുന്നത്. 400 രൂപ. നല്ല അടിപൊളി ക്വാളിറ്റി, നല്ല ക്വാളിറ്റി. നമ്മുടെ ഇവിടെ എന്താ പറയുക, ആൽബിനോ ഫുൾ റെഡ് ആ റേഞ്ചിലൊക്കെ നിൽക്കണ ഒരു പ്രത്യേക തരം ഭംഗിയുള്ള ഫിഷാണത്. ഇത് ഒരു മാസം കഴിയൂല അതിൻ്റെ കുട്ടികൾ? കഷ്ടി ഒരു മാസത്തിനുള്ളിൽ ഇപ്പോൾ ആയിണ്ട്, സെറ്റായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ അങ്ങനെ അടുത്ത വെറൈറ്റിനെ പരിചയപ്പെടാം. ഓക്കെ. ഇതേതായിട്ടും ഇത് മെറ്റൽ യെല്ലോ എന്ന് പറഞ്ഞിട്ടൊരു വെറൈറ്റിയാണ്. ബോഡി ഒരു മെറ്റൽ കളർ കാണാം അതിൽ. മെറ്റൽ യെല്ലോ. ഇതൊക്കെ ന്യൂ സ്ട്രെയിനാണോ? ന്യൂ ഒന്നുമല്ല, ഇതൊക്കെ പഴയ സ്ട്രെയിൻ തന്നെയാണിത്. ഇപ്പം എന്താ വെച്ചാൽ ഇപ്പം ഈ ഓൾഡ് സ്ട്രെയിനൊക്കെ നന്നായിട്ട് ഇപ്പോൾ കയറി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇത് ചെയ്യണതാണ്. വരുന്നുണ്ട്. എന്താ വെച്ചാൽ തുടക്കക്കാർക്കൊക്കെ ഇത് അത്യാവശ്യക്കാരുണ്ട് ഇതിന്. ഇത് എത്ര റേറ്റ് വരുന്നത്? ഇത് ഞാൻ ട്രയോ എന്നുള്ള രീതിയിൽ 2 ഫീമെയിൽ 1 മെയിൽ എന്നുള്ള രീതിയിൽ 200 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. 200 രൂപ. ഇതൊക്കെ കുട്ടികളൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കൊടുത്തോണ്ടിരിക്കുന്നുണ്ട്, പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് കൊടുക്കാനൊക്കെ ഉണ്ടല്ലോ? കൊടുക്കാണ്ട് അത്യാവശ്യത്തിനൊക്കെ കൊടുക്കാനുണ്ട്. ഇത് വൈൽഡ് ടൈൽ പിങ്കു എന്ന് പറഞ്ഞിട്ട് ഒരു ഐറ്റാണ്. ഇതിപ്പോ എത്ര റേറ്റ് ഒക്കെ വരുന്നത്? ഇത് 300 രൂപ, 250 രൂപ. ഇപ്പോൾ ഞാൻ ലാസ്റ്റ് കൊടുത്ത 250 രൂപ എന്നുള്ള രീതിയിലാണ്. ഏകദേശം ഈ സൈസ് തന്നെയാണ് കൊടുക്കാണ്ടായിരുന്നത്. ബ്രീഡിംഗ് സൈസ് തന്നെയാണ്. അതെ അതെ അതെ. ഇപ്പോൾ ഇല്ല, ഇപ്പോൾ അവൈലബിൾ അല്ല. ഇപ്പോൾ കുട്ടികളായിട്ടുള്ളൂ. കുറച്ചും കൂടിയും കഴിയണം ഇനിയിപ്പോൾ ഇതാവണമെങ്കിൽ. ഇപ്പോൾ കഴിഞ്ഞു അത്. ഇതൊക്കെ ഇപ്പോൾ നല്ല മാർക്കറ്റുള്ള ഐറ്റാണോ? അതെ അതെ. ഇതിൻ്റെയൊക്കെ എന്താ പറയുക, നല്ല നമ്മുടെ ഹൈ ക്വാളിറ്റിന്ന് ഞാൻ ഒരിക്കലും അവകാശപ്പെടില്ല. നമ്മൾ ഉള്ളതിനെ നല്ല രീതിയിൽ കൊണ്ടുനടക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിലും നല്ല രസമാണിത്. ഇതിൻ്റെ വാലൊക്കെ ഭയങ്കര ലെങ്ത് ആവും. നല്ല മാർക്കറ്റുള്ള ഫിഷ് തന്നെയാണിത്. ആദ്യം ഇറങ്ങിയ ബാച്ചൊക്കെ പോയി എൻ്റെ നിന്ന്. ഇനി അടുത്തത് ഇപ്പോൾ ഒരു മാസം പിടിക്കില്ല സെയിലാവാൻ? ഇത് ഇത്തിരി താമസം ഉണ്ടാവും. കാരണം ഇപ്പോൾ കുട്ടികൾ ഇറങ്ങിയിട്ടുള്ളൂ. ഒരു മാസം ആയിട്ടുള്ളൂ കുട്ടികൾ. അപ്പോൾ എന്തായാലും ഒന്ന് സെറ്റ് ആവണമെങ്കിൽ കുറച്ച് സമയം ഉണ്ടാവും. ഇത് സിൽവറാഡോ റിബൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ട്രെയിനാണ്. ഇത് സിൽവറാഡോ റിബൺ ടൈപ്പാണ് ഇത്. ഇതിപ്പോൾ എത്ര റേറ്റ് വരുന്നത്? ഇത് ഞാൻ കൊടുക്കുന്നത് 350 രൂപ ആ റേഞ്ചാണ് ഞാൻ കൊടുത്തോണ്ടിരിക്കുന്നത് പെയറിന്. 350. അതിപ്പോൾ ഒരു 4-5 കുറച്ചുണ്ട് കൊടുക്കാൻ. ഇപ്പോൾ കൊടുക്കാനുണ്ടല്ലോ ഒരു 5-8 പേരുണ്ടാവും ഇപ്പോൾ തൽക്കാലം അത്യാവശ്യത്തിന് കൊടുക്കാനല്ലേ. എത്ര റേറ്റ്? 300-350 ആ റേഞ്ച് തന്നെയാണ് കൊടുക്കുന്നത്. റിബൺ ടൈപ്പ് 350. ഇതില് ചിലത് റിബൺ ഇല്ലാത്തത് ഇറങ്ങും. അപ്പോൾ ഞാനൊരു 250 രൂപ ആ റേഞ്ചിലൊക്കെ കൊടുക്കാറുണ്ട്. അത് ബ്രീഡിംഗ് സൈസ്. എന്തായാലും റിബൺ ഇല്ലാത്തതും എനിക്ക് തോന്നുന്നു ഒരു 30% റിബൺ ഇല്ലാത്തതും ഇറങ്ങും ഇതില്. ഇത് യെല്ലോ കോബ്ര എന്ന് പറഞ്ഞിട്ട്. യെല്ലോ കോബ്ര. ഇതൊക്കെ എത്ര റേറ്റ് വരും? ട്രയോന് 200 രൂപ തന്നെ. 2 ഫീമെയിലും 1 മെയിലും. ഞാൻ എന്താ അങ്ങനെ കൊടുക്കണേ വെച്ചാൽ, കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് 2 ഫീമെയിലും 1 മെയിലും കൊണ്ടുപോകുമ്പോൾ കുട്ടികൾ ഇറങ്ങുമ്പോൾ കുറച്ച് 2 ഫീമെയിൽ ഉണ്ടല്ലോ. അപ്പോൾ മാറി എപ്പോഴും നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് അവൈലബിൾ ആയിരിക്കും. തുടക്കക്കാർക്ക് ഏറ്റവും നല്ലത് ട്രയോ എടുത്ത് ചെയ്യാന്നാണ് എൻ്റെ ഒരു അനുഭവം.
അതുകൊണ്ട് ഞാൻ എല്ലാവരും പരമാവധി ട്രയോ എന്നുള്ള രീതിയിലാണ് ചെയ്യാറ് ഞാൻ. ട്രയോ ബ്രീഡിംഗ് ആണ് ഏകദേശം കുറച്ച് നല്ലത്. അതെ 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 അതെ. ഇതൊക്കെ കൊടുക്കാനുണ്ടല്ലേ? ഇത് കൊടുക്കാണ്ട് ഇതിപ്പോ എത്ര റേറ്റ്? ട്രയോന് 200 രൂപ, 2 ഫീമെയില് 1 മെയില്, 200 രൂപ. 200 രൂപ. യെല്ലോ കോബ്ര എന്നാണ് സ്ട്രെയിനിന്റെ പേര്. ഇതേത് ഐറ്റം തന്നെ? ഇത് സാൻഡ എന്ന് പറഞ്ഞിട്ട് ഒരു ഐറ്റാണ്. പക്ഷേ ഇതിൻ്റെ വേറെ ഒറിജിനൽ ബ്രീഡ് സാൻഡ വേറെ ടൈപ്പാണ്. ഇത് എന്നാലും ഒരു ഹോൾസെയിൽ രീതിയിലൊക്കെ ഷോപ്പുകാർക്കൊക്കെ കൊടുക്കാവുന്ന രീതിയിൽ ഞാൻ ചെയ്യണതാണിത്. ഞാൻ പെയർ 100 രൂപ എന്നുള്ള രീതിയിലാണ്. ഇവിടെ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ അവർക്ക് ചിലവർക്ക് കളർ കണ്ടിട്ട് ഇഷ്ടമായിട്ട് എടുക്കാറുണ്ട്. അപ്പോൾ 100 രൂപയ്ക്കൊക്കെ ഞാൻ കൊടുക്കാറ്. പെയർ 100 രൂപ എന്നുള്ള രീതിയിലൊക്കെ കൊടുക്കാറുള്ളൂ. അധികം ഞാൻ ഷോപ്പുകാർക്ക് വേണ്ടിയിട്ട് ചെയ്യണതാണ്, ഹോൾസെയിൽ ചെയ്യാവുന്ന രീതിയിൽ ചെയ്യുന്ന ഒരു ഐറ്റാണ് ഇത്. അല്ലാണ്ട് കറക്റ്റ് സാൻഡയുടെ ഇതല്ല ഇത്. കളർ കയറിയുണ്ടല്ലേ? എന്തോ ഒരു വെറൈറ്റി ഞാൻ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ എടുത്ത് ചെയ്തതാണ് ഷോപ്പുകാർക്ക് വേണ്ടി. അപ്പോൾ എന്തായാലും കാണുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമുണ്ട്, കുട്ടികൾക്കൊക്കെ ഒരു രസമായിട്ട് ചെയ്യാവുന്ന ഒരു ഐറ്റാണ് ഇത്. പെയർ 100 രൂപ വരുന്നുള്ളൂ. ഇതിന്റെ കുഞ്ഞുങ്ങൾ കൊടുക്കാനുണ്ട്? ഉണ്ട്. ഇത് കോയിടെക്സിലോ റിബൺ ടൈപ്പാണ്. ശരിക്കും ഇതിൻ്റെ ഫീമെയിലിനും ക്യാപ്പ് വരണം. പക്ഷേ ഇതിന് ഫീമെയിലിന് ക്യാപ്പില്ല. പക്ഷേ ഇറങ്ങിയേക്കണേനൊക്കെ ക്യാപ്പുള്ളത് തന്നെയാണ്. കുട്ടികളൊക്കെ ഇറങ്ങണതൊക്കെ ക്യാപ്പുള്ളത് തന്നെയാണ്. അതിപ്പോൾ ക്യാപ്പുള്ളത് കൊണ്ടുപോയാലും അതിലൊരു ക്യാപ്പില്ലാത്തതും ഇറങ്ങും, ക്യാപ്പുള്ളതും ഇറങ്ങും അതിൽ. ഇതിപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള കാരണം ഞാൻ ഇതാണ് ബ്രൂഡാക്കി തരുന്നത്. ഇത് അവൈലബിൾ ആണ്. ഇപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ കഴിഞ്ഞു. പക്ഷെ ഒരു 10 ദിവസം കഴിയുമ്പോഴേക്കും ഉണ്ട്. ഒരു 10 പേരൊക്കെ ഉണ്ടാവും എന്തായാലും കൊടുക്കാൻ. ഇതിപ്പോ എത്ര റേറ്റ് ആയിട്ട് കൊടുക്കുന്നത്? ഞാൻ 350, 300 ആ റേഞ്ചിൽ തന്നെയാണ് കൊടുത്തോണ്ടിരിക്കുന്നത്. പെയറിനാണ് കേട്ടോ അത്. എന്താ വെച്ചാൽ റിബൺ ഉണ്ടല്ലോ, റിബണുള്ള മാർക്കറ്റിലെ സമയമാണ്. ഒരു നല്ല ഭംഗിയുള്ള ഫിഷാണത്. ഓക്കെ, നല്ല ക്വാളിറ്റി ആയിട്ടാണ്. റേറ്റ് നോർമൽ റേറ്റ് ഉള്ളൂ ഇപ്പോൾ ഇതിന്? അതെ, അതനുസരിച്ച് അങ്ങനെ ഒരു ഭയങ്കര ലാഭം എന്നുള്ള രീതിയിൽ ചെയ്യാറില്ല. ഇതൊരു ബ്ലൂ ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ട്രെയിനാണ്. ബ്ലാക്കും ഒരു ബ്ലൂയിഷ്, ഏകദേശം ഒരു ഇലക്ട്രിക് ബ്ലൂവിൻ്റെ ഒക്കെ ഒരു ഏകദേശം ഒരു ടൈപ്പ് ബ്ലൂ ബ്ലാക്ക് എന്നാണ് പക്ഷേ സ്ട്രെയിനിൻ്റെ പേര് വരുന്നത്. ഇത് എത്ര റേറ്റ്? 200 രൂപ, പെയറിന് 200 രൂപ. ഇതിപ്പോൾ കൊടുക്കാണ്ടല്ലോ? ഉണ്ട്. ഇതിപ്പോൾ കൊടുക്കാണ്ട്. ഈ സെയിം സൈസിലുള്ള തന്നെയാണ് ഇപ്പോൾ കൊടുക്കാനുള്ളത്. ഏകദേശം ബ്രീഡിങ് ഇപ്പോൾ ഞാനിതിപ്പോൾ ഇവിടെ ബ്രൂഡാക്കിയിട്ട് കുറച്ച് മാറ്റിയിട്ട് ബ്രീഡായി കുറച്ച് കുട്ടികൾ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ബ്രീഡിങ് സൈസാണ്. ഏകദേശം ബ്രൂഡ് സൈസ്. അതെ, ഫസ്റ്റ് ബ്രീഡിങ്ങിന്റെ സമയമാണ് ഇപ്പോൾ. 200 രൂപ പെയർ റേറ്റ്? 200 രൂപ. ഇതൊക്കെ നന്നായി കുട്ടികൾ ഇറങ്ങും. പിന്നെ അധികം പെട്ടെന്ന് ചത്തുപോണ ഒരു ഐറ്റം അല്ല. നമുക്ക് എന്താ പറയുക, വലിയ കെയറിങ് കൊടുക്കേണ്ട ആവശ്യമില്ല ഇതിനൊന്നും. ഓക്കെ. ഇത് സ്കൈ ബ്ലൂ, ടോപ്പസ് ബ്ലൂ എന്നൊക്കെ പറയുന്ന ഒരു സെയിം വെറൈറ്റി ഏകദേശം തന്നെ. ഞാൻ സ്കൈ ബ്ലൂ എന്നാണ് പറയാറ്. വരുന്നവരൊക്കെ ടോപ്പസ് ബ്ലൂ എന്നുള്ള രീതിയിൽ അതന്നെ സ്കൈ ബ്ലൂ. എത്ര റേറ്റ്? ഇത് പെയറിന് 150 രൂപ റേഞ്ചിലാണ് കൊടുക്കണുള്ളൂ. കാണാനും നല്ല ഭംഗിയാണ്. ഇത് ആൽബിനോ വിഭാഗത്തില് പെടുന്ന ഒരു ഐറ്റാണ്. റെഡ് ഐ ആണ് ഇതിന്റെ. കുഞ്ഞുങ്ങളൊക്കെ നന്നായിട്ട് ഉണ്ട്. ഇറങ്ങണുണ്ട്, ആവശ്യക്കാരുണ്ട്. ഇതിന് ആവശ്യക്കാരുണ്ട്. നല്ല രസമുണ്ടല്ലേ? നല്ല ഭംഗിയാണ് കാണാൻ, നല്ല ഭംഗിയാണ്. പക്ഷെ എന്താ വെച്ചാൽ നമ്മൾ കളർ കയറാണ്ട് നോക്കണം. എന്താ വെച്ചാൽ റെഡ് കളർ കയറുണ്ട്. ഇത് റെഡ് കളർ കാരണം ഫുഡിന്റെ അങ്ങനെയാണ് പറയണേ കുറെ ആൾക്കാർ. എല്ലാവരും അഭിപ്രായത്തില് ഫുഡ് ഒന്ന് ഞാൻ പിന്നെ എങ്ങനെയാ വെച്ചാൽ ഒരു നേരം എന്തായാലും ലൈഫ് ഫീഡ് തന്നെയാണ് കൊടുക്കാറ്. ഒന്നില്ലെങ്കിൽ മൊയിന അല്ലെങ്കിൽ ആർട്ടീമിയ ഹാച്ച് ചെയ്തിട്ടാണ് കൊടുക്കാറ്. ഞാൻ പ്രിൻസ് വൈൻ കൊടുക്കുമ്പോൾ റെഡ് കളർ കയറണമെന്ന് പറയണു എല്ലാവരും. പക്ഷെ നല്ല ഫുഡ് തന്നെയാണ് കേട്ടോ. പ്രിൻസ് വൈൻ നല്ല ഫുഡാണ്.
കളർ എനിക്കൊന്ന് ആൽബിനോ ഫുൾ റെഡിനൊക്കെ പ്രിൻസിങ് കൊടുക്കണോണ്ട് നല്ലത് തന്നെയാണ്. നല്ലോണം കളർ റെഡ് കളർ ഫിഷുകൾക്കൊക്കെ നല്ല 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 ഭംഗിയാണ് ഇതിന് കാണാൻ. നല്ല ബ്ലൂ കളറിൽ ഇതൊക്കെ അത്യാവശ്യം കൊടുക്കാനുണ്ടല്ലോ. ഉണ്ട്. ഇപ്പൊ കഷ്ടി ഇപ്പൊ ഇതിന് ആവശ്യക്കാരുള്ളത് കൊണ്ട് ഇറങ്ങി. ഇതിപ്പോ കഴിഞ്ഞു. ഇപ്പൊ ഒരു 3-4 പേരുള്ളൂ ഇപ്പൊ. പക്ഷെ ആയിണ്ട് ഏകദേശം ഒരു 20 ദിവസം കഴിയുമ്പോഴേക്കും വീണ്ടും അടുത്ത ബാച്ച് കൊടുക്കാറാവും. ഇത് ഇതൊക്കെ ഇവിടുന്ന് ഹോൾസെയിൽ ഉണ്ടോ? ഇത് അങ്ങനെ ഹോൾസെയിൽ ചെയ്യാൻ ഉണ്ടാവാറില്ല. എന്താ വെച്ചാൽ വരുമ്പോ അധികം റേറ്റ് ഇല്ലാത്ത കൊണ്ട് വരുന്നവര് എന്തായാലും ഒരു പേരെന്തായാലും ഇത് വാങ്ങല് പതിവാണത്. കാണുമ്പോ ഒരു ഭംഗിയുണ്ടല്ലോ. നല്ല ഡിമാൻഡുള്ള ഐറ്റമാണല്ലോ ഇത്. അതെ. എന്നെ സംബന്ധിച്ച് ഇവിടെ പൂണെയിലെ ഒരു ഐറ്റാണിത്. നന്നായി പോകേണ്ടത്. ഇതേ ഐറ്റം തന്നെ. ഇത് പ്ലാറ്റിനം റെഡ് ഡെംബോയറിന്റെ പുതിയ ലൈനേജ് ആണ്. ഇപ്പോൾ സ്റ്റോക്ക് ഞാൻ എടുത്തിട്ടുള്ളൂ. ഇത് കുട്ടികൾ ഇറങ്ങിയിട്ടുണ്ട്. കുറച്ച് താമസമുണ്ട് ഇത് കൊടുക്കാറാവാൻ. പഴയ ലൈനേജ് എൻ്റെ ഉണ്ടായിരുന്നു. അത് ഞാനിപ്പോൾ പുതിയ ലൈനേജ് വന്നപ്പോൾ എൻക്വയറി മുഴുവൻ പുതിയ ലൈനേജിനാണ് വരുന്നത്. അപ്പോൾ ഞാനത് തൽക്കാലം ഒഴിവാക്കിയിട്ട് ഇപ്പോൾ പുതിയത് എടുത്തിട്ടുള്ളൂ. അല്ല, ഇതിന്റെ കളർ ചേഞ്ചും ഇതൊക്കെ ആയിട്ട് മറ്റേ ഇത്ര ഇയറൊന്നും പഴയ ലൈനേജിന് ഉണ്ടായിരുന്നില്ല. ഇതിപ്പോ കഷ്ടി ആദ്യത്തെ ബ്രീഡിങ് സൈസ് ആയിട്ടുള്ളൂ. അപ്പൊ തന്നെ കണ്ടില്ലേ എന്റെ ഇയറൊക്കെ കണ്ടില്ലേ, നല്ല സൈസ്. നല്ലൊരു ഇതാണിത് ആയിട്ടാണ്. റേറ്റ് വരുന്നുണ്ട്. ഞാൻ എടുത്തത് 800 രൂപ എന്നുള്ള രീതിയിലാണ് പേരിനുള്ളത് എടുത്തത്. 800 രൂപയോളം വരുന്നുണ്ട് ഇപ്പോൾ. ഇനിയിപ്പോൾ നമ്മുടെയൊക്കെ ഇത് ഇറങ്ങി കുട്ടികളൊക്കെ ആകുമ്പോഴേക്കും ഏകദേശം ആൾക്കാരിലെത്തുമ്പോഴൊക്കെ റേറ്റ് നമുക്ക് പിന്നെ പരമാവധി നമ്മൾ റേറ്റുള്ളത് എടുത്താലും കുറച്ച് കുട്ടികളെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇത്ര ഒരു റേറ്റ് ഈടാക്കാറില്ല. എല്ലാവരിലും എത്തിക്കുക. നമ്മളിതൊരു എന്താ പറയുക ജോബ് എന്നുള്ള രീതിയിലല്ല, ഒരു എന്താ പറയുക ജോലിയുടെ ഇടയിൽ ഒരു സമാധാനം നല്ല രീതിയിലാണ് ചെയ്യണത്. അങ്ങനെ ഒരു കൊള്ളലാഭം ചെയ്യാറില്ല. ആവണുള്ളൂ. കുട്ടികൾ ഇറങ്ങിയിട്ടുള്ളൂ. ഫസ്റ്റ് ബാച്ച് കുട്ടികൾ F1 ബാച്ച് കുട്ടികൾ ഇറങ്ങിയിട്ടുള്ളൂ. അത് ഇനി സെറ്റായിട്ട് വേണം. അധികം കുട്ടികളൊന്നും ഇറങ്ങിയിട്ടില്ല. നല്ല ഭംഗിയുള്ള സ്ട്രെയിനാണ്. ഇത് റെഡ് ലൈസ് റിബൺ എന്ന് പറഞ്ഞിട്ട് ഒരു ഐറ്റാണത്. നല്ല മൂവ്മെന്റ് ഉള്ള റിബൺ ഐറ്റത്തിൽ ഒരു ഏകദേശം നല്ലൊരു വെറൈറ്റി ഒരു ഐറ്റാണ്. നമുക്കിവിടെ നന്നായിട്ട് പോണ ഒരു ഐറ്റാണ് റെഡ് ലൈസ് റിബൺ. ഇത് എത്ര റേറ്റ് വരുന്നത്? ഇത് ഞാൻ പെയറിന് 300 രൂപ എന്നുള്ള രീതിയിലാണ് കൊടുക്കണത്. കാരണം എനിക്ക് കുറച്ച് കുട്ടികളെ കിട്ടി. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ 300 രൂപയ്ക്കാണ് ഇത് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ അവൈലബിൾ ആണ് ഇത്. ഇപ്പം ഉണ്ട് ഇപ്പോൾ കൊടുത്തോണ്ടിരിക്കേണ്ടത്. എൻ്റെ ടെയിലൊക്കെ നല്ല വലിപ്പം വയ്ക്കും. ബോഡിക്കാളും വലിയ ഇതാവും. നല്ല ഇതൊക്കെ അത്യാവശ്യം ബ്രീഡിംഗ് സൈസ് ഇതൊക്കെ ബ്രീഡിംഗ് സൈസാണിത്. ഇപ്പോൾ കൊടുക്കാനുള്ളത് ഏകദേശം ബ്രീഡിംഗ് സൈസ് ആയിട്ട് കൊണ്ടുപോയി അധികം താമസിക്കാണ്ട് ഫസ്റ്റ് ബ്രീഡിംഗ് ആവും. ഇതിലിപ്പോ ഈ ഒരു ഒറ്റ കളറാണ് ഇറങ്ങുക അല്ലെങ്കിൽ? അതെ, ഇതിന് ഒറ്റ കളർ തന്നെ ഇറങ്ങുള്ളൂ. അത്ര തന്നെ ഉള്ളൂ. ഫീമെയിലിന് ഒരു ബ്ലൂ ഇതുണ്ട്. അതുണ്ട്, അതുള്ളത് തന്നെയാണ്. ഫീമെയിലിന് ആ കളർ ഉണ്ട്. പക്ഷെ കുട്ടികൾക്കൊന്നും അങ്ങനെ മെയിലിന് അങ്ങനെ ഒരു കളറൊന്നും കയറുന്നില്ല. ഫീമെയിൽ ബ്ലൂവും മറ്റേ അതെ അങ്ങനെ തന്നെയാണ്. ഈ സെയിം കളർ തന്നെയാണ് എനിക്ക് കിട്ടാറ്. മെയിലിനെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. ഒരു എൻ്റെ ഒരു സ്കിന്നൊക്കെ കണ്ടില്ലേ, ഒരു പ്രത്യേക ഒരു സ്കിന്നാണ്. നല്ല രസമാണ് അത് കാണാൻ. കൊടുക്കാണ്ട് ഇപ്പോൾ ഇവർക്ക് വാലിൻ്റെ വലിപ്പം കൂടിയിട്ട് നടക്കാൻ തന്നെ പറ്റണില്ല. കണ്ടില്ലേ അത്.
അപ്പോൾ ഇതൊക്കെയാണ് ചാനലിലുള്ള വെറൈറ്റികളിലെ. അതെ അതെ, ഇതൊക്കെയാണ് എൻ്റെ വെറൈറ്റീസ്. ഇതിപ്പോൾ ഇതിൻ്റെ ബ്രീഡിങ്ങും ചേട്ടാ കൂടി ചെയ്ത സെറ്റപ്പൊക്കെ ഒന്ന് പറയൂ. ഞാൻ എങ്ങനെയാണ് ചെയ്യണമെന്ന് വെച്ചാൽ, ഞാൻ ആദ്യം ഇതാണ് ബ്രൂഡുകളെ ഇട്ടേക്കണ രീതി. ബ്രൂഡ് സ്റ്റോക്ക് ഇങ്ങനെ സ്റ്റോക്കാണ് ഞാൻ ഇത് ചെയ്തേക്കണത്. ഞാൻ ആദ്യം ഫ്രിഡ്ജ് ബോക്സിലാണ് ബ്രൂഡിന് ഇട്ടായിരുന്നത്. പക്ഷേ അത് ഞാൻ മാറ്റി ടെറസിൻ്റെ മുകളിൽ ചെയ്യാൻ കാരണം ഫ്രിഡ്ജ് ബോക്സിലാകുമ്പോൾ നമ്മൾ ഒട്ടിച്ചിട്ട് ചെയ്യുമ്പോൾ ലീക്കേജ് വരാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാകുമ്പോൾ ഫിഷിനെ വിൽക്കണ ബോക്സ് ഉണ്ടല്ലോ, ആ ബോക്സാണിത്. ഇത് നമ്മുടെ ഇവിടെ പേരാമ്പ്ര, തൃശ്ശൂർ ആ ഭാഗത്തൊക്കെ അവൈലബിൾ ആണ്. അധികം റേറ്റില്ലാണ്ട് 550 രൂപ റേറ്റിലാണ് ഞാൻ വാങ്ങിയത്. ബ്രീഡിംഗ് കേജ് പിന്നെ ഞാൻ ഉണ്ടാക്കിയത് തന്നെയാണ്. പിന്നെ എനിക്ക് എന്താ പറയുക, പറഞ്ഞുതരാൻ കുറേ സുഹൃത്തുക്കൾ, അവർ കാലങ്ങളായിട്ട് ഫാമിംഗ് മേഖലയിലുള്ളവരാണ്. അവരെനിക്ക് പറഞ്ഞുതരാനുണ്ടായിരുന്നു, ഭയങ്കരമായിട്ട് സഹായിക്കാനുണ്ടായിരുന്നു. ഇതിൽ നിന്നിപ്പോൾ കുഞ്ഞുങ്ങൾ ഇറങ്ങിയതിന് ശേഷം ഇത് എന്താ വെച്ചാൽ, ഇതിൽ നിന്ന് ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി കുട്ടികൾ പുറത്തേക്ക് ഇറങ്ങും. ഞാൻ അന്ന് തന്നെ മാറ്റില്ല, ഒരു 3-4 ദിവസം ഈ വെള്ളത്തിൽ തന്നെ അവർ വിടും. എന്നിട്ട് ആർട്ടിമിയ ഇതിൽ ഫീഡ് ചെയ്യും. എന്താ കാരണം വെച്ചാൽ, പെട്ടെന്ന് നമ്മൾ വെള്ളം ചേഞ്ച് ചെയ്യുമ്പോൾ ഒരു ചത്തുപോകാനൊരു ഇതുണ്ടെന്ന് എനിക്കൊന്ന് ഫീൽ ചെയ്തു 2-3 പ്രാവശ്യം. ഒരു 3-4 ദിവസം ഇട്ടതിന് ശേഷം ഞാനിതിനെ 1 മാസം ചെറിയ ചെറിയ ടബുകളുണ്ട്, അത് ഞാൻ നമുക്ക് കാണിച്ചു കൊടുക്കാം. ബ്രൂഡിൽ നിന്ന് പിന്നെ കുഞ്ഞുങ്ങളെ മാറ്റിയിട്ട് കുട്ടികളെ ഒരു 3-4 ദിവസം കഴിഞ്ഞാൽ ഇങ്ങനത്തെ ടബുകളിലേക്ക് ഞാൻ മാറ്റി വയ്ക്കുക ചെയ്യാറ്. കഷ്ടി 1 മാസം, ഞാൻ കഷ്ടിയില്ല 1 മാസം തന്നെ ഞാൻ ഇതിൽ കീപ്പ് ചെയ്യും. ഡേറ്റ് ചെയ്തിട്ട് ഏകദേശം 1 മാസം, ചിലത് 1 മാസത്തിൽ മേലെടുക്കും. കാരണം നമുക്ക് സ്പേസ് ഇല്ലെങ്കിൽ നമ്മളത് അതിനനുസരിച്ച് ഇവിടെ നിർത്തും. അത് കഴിഞ്ഞാൽ 1 മാസം കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ ഫ്രിഡ്ജ് ബോക്സിലേക്ക് റിലീസ് ചെയ്യും. 1 മാസം 2 നേരം നമ്മളിതിന് ആർട്ടിമി തന്നെയാണ് കൊടുക്കാറ്. കുഞ്ഞുങ്ങൾക്ക് ഫുള്ള് ലൈവ് ഫുഡ് മാത്രം കൊടുക്കാറ്. ഫുഡാണ് 1 മാസം ഞാൻ കൊടുക്കാറ്. പിന്നെ B2 എന്ന് പറഞ്ഞൊരു ഫുഡുണ്ട്, നല്ലൊരു ഫുഡാണ്. അതെങ്ങനെയാണെങ്കിൽ കുട്ടികൾക്ക് ആഴ്ചയിൽ 3 പ്രാവശ്യം, അതിലും കൂടുതൽ കൊടുക്കരുത്. ഭയങ്കര പ്രോട്ടീൻ കണ്ടൻറ് ഉണ്ടെന്നാണ് എനിക്ക് കിട്ടിയ ഒരു അറിവ്. അപ്പോൾ ആഴ്ചയിൽ 3 ദിവസം 1 മാസം കഴിഞ്ഞ് കുട്ടികൾക്ക് നമ്മൾ ആഴ്ചയിൽ 3 ദിവസം B2 ഫീഡ് ചെയ്യാറുണ്ട്. ഇതിന് 1 മാസം കഴിഞ്ഞതിന് ശേഷം ഫ്രിഡ്ജ് ബോക്സിലേക്ക് നമ്മൾ മാറ്റും. ഇതൊക്കെ ഇപ്പോൾ 1 മാസം കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ പറഞ്ഞില്ലേ അവിടുന്ന് മാറ്റിയ ഇത് കോയിടെക്സിഡോൻ്റെ കുട്ടികളാണ്. ഇതിപ്പോൾ അധികം ചിലവില്ലാത്ത രീതിയിൽ ഉണ്ടാക്കാവുന്ന ഒരു സൺപാക്ക് ഷീറ്റ് എന്ന് പറഞ്ഞ ഷീറ്റ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ടാങ്കാണിത്. നമുക്കിപ്പോൾ ഫ്രിഡ്ജ് ബോക്സൊക്കെ ഭയങ്കര റേറ്റാണ്, അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് സൺപാക്ക് ഷീറ്റ് കൊണ്ട് ഉണ്ടാക്കാം. ഇതൊക്കെ 1 മാസം കഴിഞ്ഞ കുട്ടികളാണ്. ഏകദേശം കളർ വന്നു തുടങ്ങി എല്ലാത്തിനും. ഇതിലിപ്പോൾ ഫുഡ് എന്നിട്ട് കൊടുക്കണം 1 മാസം. ഇതിന് ഈവനിങ് എന്തായാലും ലൈവ് ഫുഡ് തന്നെ കൊടുക്കുക. മൊയിന അല്ലെങ്കിൽ ആർട്ടിമിയ കൊടുക്കും. അല്ലെങ്കിൽ മാറിയിട്ട് പ്രിൻസിവിൻ, ആർട്ടിമിയ ഫ്ലേക്സ് അങ്ങനെ മാറി ഫീഡ് ചെയ്യും. രാവിലെ എന്തായാലും ഫ്ലേക്സുകളാണ് കൊടുക്കാറ്. ഈവനിങ് എന്തായാലും ലൈവ് ഫുഡാണ് കൊടുക്കുക. ഇവിടുന്ന് പിന്നെ ഇവിടെ ഫ്രിഡ്ജ് ബോക്സിലൊക്കെ എന്തോരം നൽകി? ഫ്രിഡ്ജ് ബോക്സിൽ ഏകദേശം നല്ലൊരു കളറൊക്കെ ആയിക്കഴിഞ്ഞാൽ ഈ ഫുൾ റെഡ് അങ്ങനത്തെ ഒക്കെ ഐറ്റത്തിന് നമ്മൾ രണ്ടിനെയും സെപ്പറേറ്റ് ചെയ്തിട്ട് അക്വേറിയത്തിൽ മാറ്റാറുണ്ട്. നമ്മുടെ ഡിസ്പ്ലേ ചെയ്യാറുണ്ട്. ഇവിടുന്ന് പിന്നെ ഡിസ്പ്ലേ ഇതിലേക്ക് നമ്മൾ ഇതാണ് നമ്മുടെ ഡിസ്പ്ലേ. ഇതാണ് നമ്മുടെ ചെറിയ രീതിയിൽ ഡിസ്പ്ലേയുടെ രീതിയിൽ ചെയ്തേക്കണേ. ഇതാണ് ഞാൻ പറഞ്ഞത്, മെയിലും ഫീമെയിലും സെപ്പറേഷൻ ചെയ്തിട്ട് ഒരു അക്വേറിയത്തിന്റെ നടുക്കിൽ തന്നെ സെപ്പറേഷൻ ചെയ്തിട്ടാണ് ചെയ്തേക്കണത്. അപ്പോൾ കൊണ്ടുപോകണവർക്കും ഒരു താല്പര്യം ഉണ്ടാവും. നല്ല അടിപൊളി ക്വാളിറ്റി കുറച്ച് കൂടുതൽ അങ്ങനെയാണ് പറയണത് എല്ലാവരും. ഇതൊക്കെ ഇപ്പോൾ സെയിലിനായിട്ടുള്ള ഐറ്റംസ് സെയിലിനായിട്ടുള്ളതാണ്. നമ്മൾ അത്യാവശ്യം കൊടുക്കാറാകുമ്പോൾ നമ്മൾ ഡിസ്പ്ലേ അക്വേറിയത്തിൽ അതെ ഇവിടെ നിന്നാണ് നമ്മൾ കൊടുക്കാറ്, സെയിൽ ചെയ്യാറ്. ഓക്കെ അത്യാവശ്യം എല്ലാ വെറൈറ്റി ഇപ്പോൾ കൊടുക്കാനുണ്ടല്ലോ. അത്യാവശ്യമുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഫുഡുകളൊന്ന് ഇതാണ് B2 എന്ന് പറഞ്ഞ ഫുഡ്. B2 അല്ലേ? അത് പൊടിയാണോ അല്ലെങ്കിൽ ഇങ്ങനെയാണ് വരിക? അത് B2 എന്ന് പറയുന്നത് ചെറിയ നൈസ്. ഇതിപ്പോ നൈസായിട്ട് നമ്മുടെ ചായയുടെ ചായലപ്പൊടി പോലെയൊക്കെ നല്ല ഫുഡാണ്. ഇത് ഞാൻ ലൂസായിട്ടേ വാങ്ങാറ്, 100 ഗ്രാമൊക്കെ വാങ്ങുള്ളൂ. കാരണം ഞാൻ ബ്രൂഡുകൾക്കും സൈസായ ഫിഷിനും കൊടുക്കാറില്ല, കുട്ടികൾക്ക് മാത്രം. 1 മാസം കഴിഞ്ഞ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ആഴ്ചയിൽ 3 ദിവസം ഞാൻ എന്തായാലും ഇത് ഫീഡ് ചെയ്യാറുണ്ട്. ഒരു നേരം കേട്ടോ. B2 എന്ന് പറഞ്ഞിട്ട് ലൂസാണ് ഇത്, ഞാൻ അറിയാൻ വേണ്ടി എഴുതി ഒട്ടിച്ചേക്കണതാണ്. ഓക്കെ പിന്നെ അടുത്ത ഫുഡ്
പിന്നെ അത് എല്ലാവർക്കും അറിയണ ഒരു ഫുഡാണ്. എന്താ പറയുക, HP ബ്ലൂ അങ്ങനത്തെ ഒക്കെ ഇതിനും കളർ കയറാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ ഇപ്പോൾ കൊടുത്തു തുടങ്ങിയിട്ടുള്ളൂ. ഒരു സ്നേഹിതൻ പറഞ്ഞതിന് ശേഷമാണ് ഞാനിത് കൊടുത്തു തുടങ്ങിയത്. ഇതിപ്പോ ഏത് സൈസ് അതിനെ കൊടുക്കാറ്? ഇത് എല്ലാവർക്കും കൊടുക്കും, എല്ലാ സൈസിനും. ഞാൻ എങ്ങനെയാ വെച്ചാൽ ആഴ്ചയിൽ ഇന്നിപ്പോൾ ഒരു ഫുഡ് കൊടുത്താൽ രാവിലെയാണ് ഇതൊക്കെ കൊടുക്കുക. ഈവനിങ് ലൈഫ് ഫുഡ് തന്നെയാണ് കൊടുക്കാറ്. രാവിലെ ഇത് കൊടുക്കുമ്പോൾ മാറി മാറി കൊടുക്കും. ഒരു ദിവസം ഇത് കൊടുത്താൽ അടുത്ത ദിവസം എന്താ പറയുക പ്രിൻസിന് കൊടുക്കും, പിന്നെ ആർട്ടീമിയ ഫ്ലേക്സ് കൊടുക്കും. അങ്ങനെയൊക്കെയാണ് ചെയ്യാറ്. ഏതാണ് ഇപ്പോൾ നല്ല ഫുഡ്? ഇപ്പോൾ കോസ്റ്റ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യണ ഒരു ഫുഡ് കൊടുക്കാൻ പറ്റിയ സ്റ്റാർട്ട് ചെയ്യണവർക്ക് കൊടുക്കാൻ പറ്റിയ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക പ്രിൻസിലിൻ കൊടുക്കാം, ആർട്ടീമിയ ഫ്ലേക്സ്. അതിനൊന്നും അത്ര വലിയ റേറ്റ് ഇല്ല. മാത്രമല്ല ഈ വൈറ്റുള്ള ഫിഷിനൊക്കെ നമ്മൾ ഈ പ്രിൻസിലിനൊക്കെ കൊടുത്താൽ കളർ കയറി വരാൻ സാധ്യതയുണ്ട്. പിന്നെ എന്താ പറയുക, ബാക്കിയൊക്കെ നമ്മൾ അവരും ഒരു ജീവനുള്ള ഇതാണ്. അപ്പോൾ നമ്മളതിനെ നല്ല രീതിയിൽ കെയർ ചെയ്യുക. നമ്മൾ കെയർ ചെയ്യുന്നതിനനുസരിച്ച് അവർ നമുക്ക് അതിനുള്ള ലാഭം ഉണ്ടാക്കി തരുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ. പിന്നെ ഇവിടെ എന്തെങ്കിലും ഗപ്പീസിനുള്ള അസുഖങ്ങൾ എന്തെങ്കിലും വരാം? ഇതുവരെയ്ക്കും അങ്ങനെ ഒരു ഇത് ചെയ്തിട്ടില്ല, വന്നിട്ടില്ല. എൻ്റെ ദൈവം സഹായിച്ചുകൊണ്ട് ഇവിടുത്തെ വെള്ളത്തിൻ്റെ ഗുണമായിരിക്കാം അങ്ങനെ വലിയൊരു ഇഷ്യൂസ് എനിക്ക് വന്നിട്ടില്ല. പിന്നെ എല്ലാത്തിലും ഉണ്ടല്ലോ, ഇടയ്ക്ക് 1-2 ഇടയ്ക്ക് ചാവും. അത് അല്ലാണ്ട് വലിയ അസുഖങ്ങൾ വന്ന് ഒന്നും ചാവേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല. ഇപ്പോൾ വെള്ളമൊക്കെ എങ്ങനെയാണ് മാറ്റാറ്? ഞാൻ വെള്ളം മാറ്റൽ എങ്ങനെയാണെങ്കിൽ എനിക്ക് ജോലിയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളൊരു 5 ഫ്രണ്ട്സ് കൂടിയിട്ടാണ് ഒരു സൗഹൃദം എന്നുള്ള രീതിയിൽ. അപ്പോൾ ആഴ്ചയിൽ കാണാവുന്ന രീതിയിൽ ഒരു 3 ആൾ ഇവിടെ ഇല്ല, 2 ആൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാനടക്കം 3 ആളുണ്ട് ഇവിടെ. അപ്പോൾ ഞങ്ങൾ സൺഡേ ദിവസങ്ങളിൽ വന്ന് എന്താ പറയുക ഓരോ ഭാഗങ്ങളിലെ വേസ്റ്റ് കളയും. ഒരു മാസം കഴിയുമ്പോൾ നമ്മൾ എല്ലാ ഇതും ഫുൾ വെള്ളം കളഞ്ഞിട്ട് കഴുകി ക്ലീനാക്കും. ആഴ്ചയിൽ നമ്മൾ വേസ്റ്റ് മാത്രം അത് കളഞ്ഞിട്ട് പുതിയ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കും. അങ്ങനെ ചെയ്യാറ്. അങ്ങനെ ചെയ്യാറല്ലേ? അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്താലോ? തീർച്ചയായിട്ടും. അപ്പോൾ അടിപൊളി ക്വാളിറ്റി ഗപ്പീസൊക്കെ ഉണ്ട്. അപ്പോൾ വേണ്ടവർ നമ്മുടെ ശ്രീധരനെ വിളിച്ച് നോക്കിയാൽ ശ്രീധരൻ്റെ നമ്പർ വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് കൊറിയറൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എല്ലാവർക്കും? ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം കൊറിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഫീൽഡ് വർക്കിന് പോകുമ്പോൾ അത്യാവശ്യം എവിടെയെങ്കിലും വെക്കണമെന്നുണ്ടെങ്കിൽ ലൊക്കേഷനിലൊക്കെ തൃശ്ശൂർ എത്തിച്ചു കൊടുക്കും. അതെ, ഞാൻ തൃശ്ശൂർ ജില്ലയിലൊക്കെ ആയുർവേദ മെഡിക്കൽ ട്രിപ്പാണ്. അപ്പോൾ അത്യാവശ്യങ്ങളിൽ കൊണ്ടു കൊടുക്കാറുണ്ട്. ജോലിയുടെ ഒപ്പം ജോലിയാണ് പ്രധാനം, അത് കഴിഞ്ഞിട്ട് തന്നെ അതുള്ളൂ. ഫോൺ റൂട്ടിലൊക്കെ ആണെങ്കിൽ എത്തിച്ചു കൊടുക്കും. അത്യാവശ്യം നമ്മുടെ ഷോപ്പിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ സഹായിക്കാറുണ്ട്. ഓക്കെ. അപ്പോൾ ഈ ഗപ്പീസിനൊക്കെ വേണ്ടവർ നമ്മുടെ ശ്രീധരനെ വിളിച്ച് നോക്കിയാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ശ്രീധരൻ്റെ ഗപ്പി ഫാമിലെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഒരു കിടിലൻ ബ്രീഡറുടെ വിശേഷങ്ങളുമായിട്ട് കണ്ടുമുട്ടാം.